രേഷ്മ കൂടി ചേരുന്നുണ്ട്. രേഷ്മ, ഇത്രയും നേരമായിട്ടും സിദ്ദിഖ് എവിടെ എന്നുള്ളൊരു ചോദ്യം തന്നെ നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒളിവിലായിരിക്കുന്ന സാഹചര്യമായിരിക്കുമ്പോൾ തന്നെ അത് കൂടുതലായിട്ടും ഈ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ കൂടുതൽ ആക്കം കൂട്ടുകയല്ലേ? കാരണം സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്നില്ലേ രേഷ്മ? അഞ്ജന, ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടുകൂടി തന്നെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നത്. നിലവിൽ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള നീക്കങ്ങൾ അഭിഭാഷകർ മുഖേന സിദ്ദിഖ് നടത്തുന്നതായിട്ടാണ് സൂചന. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ സിദ്ദിഖിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സുപ്രീം കോടതിയെ സമീപിക്കുന്ന സമയത്ത് ഈ കേസിന്റെ ഏറ്റവും നിയമപരമായിട്ടുള്ള വശങ്ങളടക്കം ഹൈക്കോടതി നിരീക്ഷിച്ച സാഹചര്യത്തിൽ അതൊരു തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ സിദ്ദിഖിന്റെ അഭിഭാഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയെ വരും മണിക്കൂറുകളിൽ സമീപിക്കുമെന്നുള്ള ഒരു സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊരു കാര്യത്തിൽ അനിശ്ചിതത്വം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഹൈക്കോടതി പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന് പ്രഥമ ദൃഷ്ട്യാ തന്നെ പങ്കുണ്ട്, അനിവാര്യമായിട്ട് തന്നെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ഉണ്ട്. ഈ കേസിന്റെ ശരിയായ അന്വേഷണത്തിനും പ്രതിയായ സിദ്ദിഖിനെ ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാട്. മാത്രവുമല്ല, ഈ സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കണം, ഈ മറ്റ് പരാതിക്കാരിയെ അതോടൊപ്പം തന്നെ സാക്ഷികളെയും സ്വാധീനിക്കുമെന്നുള്ള ഒരു ഭയം, ഒരു വാദം എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അതടക്കം പരിഗണിച്ച് മതിയാകൂ. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു എന്നാണ് ജസ്റ്റിസ് CS ഡൈസിന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത്, ഈ ഒരു കേസിലെ ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ സംസ്ഥാന സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി വിമർശിച്ചിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളാണ് ഹൈക്കോടതി നടത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകദേശം 5 വർഷത്തോളം ആ റിപ്പോർട്ടിന്മേൽ സംസ്ഥാന സർക്കാർ നിശബ്ദത പാലിച്ചു. ആ നിശബ്ദത നിഗൂഢമെന്നാണ് ജസ്റ്റിസ് CS ഡൈസിന്റെ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഡിവിഷൻ ബെഞ്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള നിരീക്ഷണങ്ങളിലേക്ക് താൻ കടക്കുന്നില്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഇരകളായിട്ടുള്ള അല്ലെങ്കിൽ പരാതിക്കാർക്ക് അതിജീവിതമാരായിട്ട് മുന്നോട്ട് വരാൻ ധൈര്യം പകർന്നത് എന്നുള്ള ഒരു പരാമർശം കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ദിലീപിന്റെ അഭിഭാഷകർ വാദം എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ച ഇരയ്ക്കെതിരായിട്ടുള്ള, അതായത് ഈ കേസിലെ പരാതിക്കാരിയായിട്ടുള്ള യുവനടിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് ഹൈക്കോടതി അനാവശ്യമെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തത് അനാവശ്യമെന്ന് സിംഗിൾ ബെഞ്ച് കുറ്റപ്പെടുത്തുകയും അത്തരമൊരു വാദഗതിയിലേക്ക് പോകേണ്ടിയിരുന്നില്ല, ലൈംഗിക അതിക്രമം നടത്തി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നേരിട്ടു എന്നതിന്റെ പേരിൽ അവരുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ ഹർജി നേരത്തെ വാദം കേട്ട സമയത്ത് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്, ഈ യുവനടി എന്ന് പറയുന്നത് നേരത്തെയും മറ്റു പലർക്കുമെതിരെ തെറ്റായ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങൾ അതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു വാദമായിരുന്നു. പക്ഷെ അത് ഹൈക്കോടതി അപ്പാടെ തള്ളുകയാണ് ഉണ്ടായത്. ഈ പെൺകുട്ടിയുടെ, അതായത് ഈ പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് എന്നുള്ള ഒരു പരാമർശം കൂടി ഹൈക്കോടതി നടത്തി. മാത്രവുമല്ല, ഈ താഴ്ന്നതോ അല്ലെങ്കിൽ ഉയർന്നതോ ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും ബഹുമാനം അർഹിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയായിട്ടുള്ള സിദ്ദിഖ് നടത്തിയ ഇത്തരം ഇരയ്ക്കെതിരായിട്ടുള്ള അവഹേളനപരമായിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം അത് ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അവരെ നിശബ്ദയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും സാക്ഷികളെ അടക്കം സ്വാധീനിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി നടത്തിക്കൊണ്ടാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നുള്ള ഒരു നിലപാടിലേക്ക്, അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയതും മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതും. എന്തായാലും ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഈ സിദ്ദിഖിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ഈ കുറ്റകൃത്യത്തിന്റെ ഗുരുതര സ്വഭാവവും തെളിവുകളും കണക്കിലെടുത്താണ് ഈ ഹർജി തള്ളുന്നതെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ വിലങ്ങുതടിയാകുമോ എന്നുള്ളതാണ് സിദ്ദിഖിന്റെ അഭിഭാഷകർ പരിശോധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് ഏകദേശ ധാരണ ഉണ്ടാകും. അഞ്ജന, ശരി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. റിപ്പോർട്ടിൽ സർക്കാർ 5 വർഷം മൗനം പാലിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിശബ്ദത നിഗൂഢം. റിപ്പോർട്ട് പുറത്തുവന്നത് കോടതി ഇടപെടലിലൂടെയെന്നും വിമർശനം. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.